അപ്പോൾ റേഡിയേഷൻ ഞാനിതെല്ലാം നോട്ട് എഴുതിയിട്ട് പിന്നെ പെട്ടെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നതാണ്, പക്ഷേ സമയമില്ല. അപ്പോൾ എന്തായാലും ഇതിൻ്റെ കൂട്ടത്തിലങ്ങ് ചെയ്യാം. കാര്യം നോട്ട് എഴുതാൻ ഒരുപാട് സമയം എടുക്കും, പിന്നെ റെക്കോർഡ് ചെയ്യാൻ സമയം എടുക്കും. പക്ഷേ റെക്കോർഡ് ചെയ്യാൻ ഇത്തുകൂടെ എളുപ്പം നടന്നേനെ അത് അങ്ങനെയാണെങ്കിൽ. പക്ഷേ ഇതിലിത്തുകൂടി റെക്കോർഡ് ചെയ്യുമ്പോൾ ഇത്തുകൂടി എക്സ്ട്രാ എടുക്കുന്നേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ കൂട്ടത്തിൽ എഴുതിയെങ്കിൽ പോകാം. കാര്യം അല്ലെങ്കിൽ അത് ഇരട്ടി സമയം എടുക്കുന്നുള്ളൂ. അപ്പോൾ റേഡിയേഷൻ, ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന റേഡിയേഷൻ 5th 6th മുതലുള്ള ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് പോകത്തേ ഉള്ളൂ. അപ്പോൾ നോക്കിക്കോളാം. റേഡിയേഷൻ എന്താണെന്ന് അറിയാം. ഒരു ഹീറ്റഡ് സർഫസ്. ഇപ്പോൾ ഈ ബോഡി നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തെ ടെമ്പറേച്ചർ കൂടിയ ഒരു ബോഡി, പുറത്ത് ടെമ്പറേച്ചർ അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ കുറവാണെങ്കിൽ ദിസ് ബോഡി വിൽ എമിറ്റ് ഹീറ്റ് ഇൻ ടു ദിസ് അറ്റ്മോസ്ഫിയർ, അല്ലെങ്കിൽ അതിൻ്റെ പുറത്തേക്ക് എമിറ്റ് ചെയ്യും ഇൻ ദ ഫോം ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ്. അതായത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൻ്റെ ഫോമിൽ അത് എനർജി എന്ത് ചെയ്യും, പുറത്തേക്ക് എമിറ്റ് ചെയ്യും. അതിന് കാരണമാണ് ഒരു ഹീറ്റ് ചെയ്ത റോഡിൻ്റെ സൈഡിൽ ഞാൻ കൈ കൊണ്ട് വെച്ചാൽ എനിക്ക് ഹീറ്റ് ഫീൽ ചെയ്യും. അതിനെ കൊണ്ട് തുടരാമെന്ന് നിർബന്ധമില്ല. അപ്പം നല്ല തൊട്ടടുത്തേക്ക് കൊണ്ടുപോകുമ്പോൾ തന്നെ എനിക്ക് ഹീറ്റ് ഫീൽ ചെയ്യും. അപ്പം റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡിപെൻഡ് ആസ് ദ ട്രാൻസ്ഫർ ഓഫ് എനർജി അക്രോസ് എ സിസ്റ്റം ബൗണ്ടറി ബൈ മീൻസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ, അല്ലെങ്കിൽ മെക്കാനിസം. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൻ്റെ ഫോമിൽ എന്ത് ചെയ്യുന്നു, എനർജി ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് നമ്മൾ റേഡിയേഷൻ. ബെസ്റ്റ് എക്സാമ്പിൾ സണ്ണിലുള്ള എനർജി നമ്മൾ അവിടെ എത്തുന്നില്ലേ, റേഡിയേഷൻ വഴിയാണ് എത്തുന്നത് അല്ലേ. അതിനെന്ത് ആവശ്യമില്ല, ഒരു മീഡിയം ആവശ്യമില്ല. കാര്യം അതെന്ത് ചെയ്യും, വാക്വത്തിൽ കൂടെയൊക്കെയാണ് സഞ്ചരിച്ചിങ്ങ് വരുന്നത്. അതുകൊണ്ട് നമുക്കിതൊരു ഒരു പർട്ടിക്കുലർ മീഡിയത്തിൽ കൂടെയാണ് നടക്കുന്നതെന്ന് പറയേണ്ട ആവശ്യമില്ല. വാക്വത്തിൽ ആണെങ്കിൽ അതിന് എനർജി എന്ത് ചെയ്യുന്നു, റേഡിയേഷൻ്റെ തോത് കൂടുതലുമായിരിക്കും. അപ്പോൾ ഇത് റേറ്റ് ഓഫ് എമിഷൻ എന്ന് പറയുന്നത് ഒരു ബോഡി, ഏതൊരു ഹീറ്റഡ് ബോഡിയും എമിറ്റ് ചെയ്യും, അതിൻ്റെ ഹീറ്റ് എനർജി എമിറ്റ് ചെയ്യും. അപ്പം ദ റേറ്റ് ഓഫ് എമിഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ, ആ റേറ്റ് ഓഫ് എമിഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് ദ ടെമ്പറേച്ചർ ഓഫ് ദ സർഫസ്, ആ ബോഡിയുടെ സർഫസിൻ്റെ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ നമുക്കിവിടെ ഒരു ബോഡി ഉണ്ടെങ്കിൽ ആ ബോഡിയുടെ സർഫസ് ടെമ്പറേച്ചർ എത്രയാണോ അതിനെ ഡിപ്പെൻഡ് ചെയ്യും. ദ നേച്ചർ ഓഫ് ദ സർഫസ്, ആ ബോഡി സർഫസിൻ്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും. ദ വേവ് ലെന്ത് ആൻഡ് ഫ്രീക്വൻസി ഓഫ് റേഡിയേഷൻ, ആ റേഡിയേഷൻ്റെ ഫ്രീക്വൻസിനെ വേവ് ലെന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് അതിൻ്റെ എമിഷൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റേഡിയേഷൻ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കണം. അതിൽ ഫസ്റ്റ് സാധനം എന്ന് പറയുന്നത് വോട്ട് യു മീൻ ബൈ ദ ടോട്ടൽ എമിസീവ് പവർ. അതിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ ഇ ആണ്. അപ്പോൾ ടോട്ടൽ എമിസീവ് പവർ ഓഫ് എ ബോഡി എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, നമുക്കിവിടെ ഇപ്പോൾ ഇങ്ങനെ ഒരു ബോഡി ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ടോട്ടൽ എമൗണ്ട് ഓഫ് റേഡിയേഷൻ എമിറ്റഡ് ബൈ എ ബോഡി പെർ യൂണിറ്റ് ഏരിയ. എന്ന് പറഞ്ഞാൽ ഇത് പുറത്തേക്ക് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൻ്റെ ഫോമിൽ എന്ത് എമിറ്റ് ചെയ്യുമെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്, ഹീറ്റ് എനർജി എമിറ്റ് ചെയ്യും. അപ്പോൾ ഒരു പർട്ടിക്കുലർ യൂണിറ്റ് ഏരിയ ഞാൻ എടുക്കുന്നു, അല്ലെ സേ 1 മീറ്റർ സ്ക്വയർ ഏരിയ എടുക്കുന്നു. ഈ 1 മീറ്റർ സ്ക്വയർ ഏരിയയിൽ കൂടി പുറത്തേക്ക് വരുന്ന എത്ര എമൗണ്ട് ഓഫ് എനർജി ആണ് എന്നുള്ള കാൽക്കുലേഷനാണ് ആ ബോഡിയുടെ എന്ത് എമിസീവ് പവർ എന്ന് പറയുന്നത്, ദ ടോട്ടൽ എമിസീവ് പവർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ടോട്ടൽ എമൗണ്ട് ഓഫ് റേഡിയേഷൻ, ഏറ്റവും കൂടുതൽ മാക്സിമം വരുന്ന റേഡിയേഷൻ എമിറ്റഡ് ബൈ ദ ബോഡി എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻ പെർ യൂണിറ്റ് ഏരിയ അറ്റ് യൂണിറ്റ് ടൈം. അതായത് ഒരു പർട്ടിക്കുലർ ടൈമിൽ ഒരു യൂണിറ്റ് ഏരിയ കൂടി പുറത്തേക്ക് വരുന്ന എമൗണ്ട് ഓഫ് റേഡിയേഷനാണ് നമ്മൾ വാട്ട്സ് പെർ മീറ്റർ സ്ക്വയർ. അപ്പോൾ ദ റേറ്റാണ്, അപ്പോൾ റേഡിയേഷൻ്റെ എന്താണ് റേറ്റാണ്, ഇറ്റ് വിൽ ബി ഇൻ വാട്ട്സ് പെർ മീറ്റർ സ്ക്വയർ. അതായത് ഒരു പെർ മീറ്റർ സ്ക്വയർ ഏരിയയിൽ കൂടി പുറത്തേക്ക് വരുന്നതായിരിക്കും വാട്ട്സ് പെർ മീറ്റർ സ്ക്വയർ പറയുന്നത്. ദിസ് എ യൂണിറ്റ്. അപ്പോൾ ഇത് എമിസീവ് പവർ ഓഫ് എ ബ്ലാക്ക് ബോഡി അക്കോർഡിംഗ് ടു സ്റ്റീഫൻ ബോൾട്സ്മാൻസ് ലോ. അതായത് സ്റ്റീഫൻ ബോൾട്സ്മാൻസ് ലോ നമ്മൾ പിന്നീട് പഠിക്കും, എന്നാലും നിങ്ങൾ ആലോചിച്ചിരിക്കുക. ഒരു എമിസീവ് പവർ ഓഫ് എ ബ്ലാക്ക് ബോഡി എന്താണെന്ന് നമ്മൾ പിന്നെ പഠിക്കും. ബ്ലാക്ക് ബോഡി എന്ന് പറയുന്നത് എമിറ്റ് അല്ലെങ്കിൽ അതിലേക്ക് വന്നു വീഴുന്ന എല്ലാ റേഡിയേഷൻസിനെയും അബ്സോർബ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള, അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യുന്ന ബോഡീസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ബ്ലാക്ക് ബോഡീസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ അബ്സോർബിറ്റിവിറ്റി എങ്ങനെയാണ് അതിൻ്റെ അബ്സോർബിറ്റിവിറ്റി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പിന്നീട് പഠിക്കും, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം. അപ്പോൾ ഇപ്പോൾ എത്ര ആലോചിക്കുക, ഇഫ് എ ബോഡി ഈസ് സെഡ് ടു ബി എ ബ്ലാക്ക് ബോഡി ഇൻ ദ സെൻസ് ഓഫ് റേഡിയേഷൻ, ദെൻ ഇറ്റ് മീൻസ് ദ എമൗണ്ട് ഓഫ് റേഡിയേഷൻ, അല്ലെങ്കിൽ ദ എമൗണ്ട് ഓഫ് ഇൻസിഡൻറ്റ് റേഡിയേഷൻസ് വിൽ ബി ടോട്ടലി അബ്സോർബ്ഡ് ബൈ ദാറ്റ് ബോഡി. അപ്പോൾ അതിൽ എത്രത്തോളം റേഡിയേഷൻസ് അതിൽ വന്ന് പതിക്കുന്നോ അതിനെ എന്ത് ചെയ്യും, അതിനെ മൊത്തത്തിൽ അബ്സോർബ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ബോഡീസിനെ നമ്മൾ എന്ന് വിളിക്കുന്ന ബ്ലാക്ക് ബോഡി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇൻ ദ കേസ് ഓഫ് എ ബ്ലാക്ക് ബോഡി അക്കോർഡിംഗ് ടു സ്റ്റീഫൻ ബോൾട്സ്മാൻസ് ലോ ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ 4th പവർ ഓഫ് ഇറ്റ്സ് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. അതായത് എമിസീവ് പവർ ഓഫ് എ ബ്ലാക്ക് ബോഡി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ T⁴. അതായത് 4th പവർ ഓഫ് ഇറ്റ്സ് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. ആ ബോഡിക്ക് ഒരു ടെമ്പറേച്ചർ ഉണ്ടാകത്തില്ലേ, T എന്ന് പറയുന്നത്, ആ T എന്ന് പറയുന്ന ടെമ്പറേച്ചറിൻ്റെ 4th പവറിൻ്റെ പ്രൊപ്പോർഷനാണ്. ആ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റുന്നതിന് വേണ്ടി വി യൂസ് എ ലെറ്റർ വിച്ച് ഇസ് നോൺ ആസ് സിഗ്മ, and it is known as the Stefan-Boltzmann's constant, and the Stefan-Boltzmann's constant is given by, അല്ലെങ്കിൽ Stefan-Boltzmann's constant എന്ന് പറയുന്ന സിഗ്മ is equal to 5 into 6.7 into 5.67 into 10⁻⁻⁸ വാട്ട് പെർ. ഒന്ന് ആലോചിക്കുക, എമിസീവ് പവർ അല്ലേ, എമിസീവ് പവർ ഓഫ് ബ്ലാക്ക് ബോഡി എന്ന് കാണിക്കുന്നത് കൊണ്ടാണ് ഈ സഫിക്സ് ബി ആയിട്ട് ഇട്ടത്. അപ്പോൾ എമിസീവ് പവറിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ വാട്ട് പെർ എന്താണ്, മീറ്റർ സ്ക്വയർ ആണ്. അതിൻ്റെ കൂടെ T⁻⁴ കൂടെ താഴെ വന്നാൽ കെൽവിൻ റേസ് ടു എന്തെന്നിടാം, 4 എന്നിടാം. അപ്പോൾ അതാണ് എൻ്റെ യൂണിറ്റ്. ഇത് ഈസ് ദ വാല്യൂ ഓഫ്
സിഗ്മ. ഇത് നമ്മുടെ ഡേറ്റാ ബുക്കിൽ അവൈലബിൾ ആണ്. എന്നാലും നിങ്ങൾ അറിഞ്ഞിരിക്കുക, ഒരു ബ്ലാക്ക് ബോഡിയുടെ കേസിൽ അതിൻ്റെ എമിസീവ് പവർ എന്ന് പറയുന്നത് 4th പവർ ഓഫ് ഇറ്റ്സ് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ പ്രൊപ്പോർഷൻ ആണ്. അപ്പോൾ ഇതാണ് എൻ്റെ സ്റ്റീഫൻ ബോൾട്ട്സ്മാൻസ് ലോ. നമ്മൾ ലാസ്റ്റ് ഇൻ റേഡിയേഷൻ നമ്മൾ പിന്നീട് പഠിക്കും. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് ടോട്ടൽ എമിസീവ് പവർ. അപ്പോൾ ടോട്ടൽ എമിസീവ് പവർ എന്ന് പറയുന്നത് നമ്മുടെ യൂണിറ്റ് ഏരിയ കൂടി പുറത്തേക്ക് വരുന്ന എമൗണ്ട് ഓഫ് റേഡിയേഷൻ ആണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ടോട്ടൽ എമിസീവ് പവർ എന്ന് വിളിക്കുന്നത്. ഇനി അടുത്ത മോണോക്രോമാറ്റിക് ഓർ സ്പെക്ട്രൽ എമിസീവ് പവർ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതായത് ഈ ഇലക്ട്രോമാറ്റിക് റേഡിയേഷൻ നിങ്ങൾ പഠിച്ചു, അൾട്രാ വയലറ്റ് എന്താണ് റേസ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത് എന്തോ ഒരു അൾട്രാ വയലറ്റ് അല്ലെങ്കിൽ ഇൻഫ്രാറെഡ് റേസ് ഉണ്ട്. പിന്നെ അതേപോലെ മൈക്രോവേവ് ഉണ്ട്, തെർമൽ റേഡിയേഷൻസ് ഒരു പർട്ടിക്കുലർ ഗാമ റേസ് ഉണ്ട്, എക്സ് റേസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം എന്താണ്, ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് ആണ്. ഈ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസിൽ ഓരോന്നിനും പെർട്ടിക്കുലർ വേവ് ലെന്ത് ആയിരിക്കും അല്ലേ. അപ്പോൾ ഒരു പർട്ടിക്കുലർ വേവ് ലെന്തിലുള്ള റേഡിയേഷൻസ് മാത്രം നമ്മൾ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് മോണോക്രോമാറ്റിക് എമിസീവ് പവർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ടോട്ടൽ എമിസീവ് പവർ എന്ന് പറയുന്നത് ഇ ആണ്. അത് ബ്ലാക്ക് ബോഡിയുടെ കേസിൽ നമുക്ക് ഇ ബി എന്നാണ് ആ ടോട്ടൽ എമിസീവ് പവറിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി ടോട്ടൽ എമിസീവ് പവർ കറസ്പോണ്ടിങ് ടു, അപ്പോൾ ടോട്ടൽ എമിസീവ് പവർ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നിന്ന് പുറത്ത് വരുന്ന ഇ എന്ന് പറയുന്ന E1 ഉണ്ടാവാം, E2 ഉണ്ടാവാം. എന്ന് പറഞ്ഞാൽ E1 എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ വേവ് ലെന്തിലുള്ള എമൗണ്ട് ഓഫ് റേഡിയേഷൻസ് ആയിരിക്കും. E2 എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ വേവ് ലെന്തിലുള്ള എന്താണ് എമൗണ്ട് ഓഫ് റേഡിയേഷൻസ് ആയിരിക്കും. പക്ഷേ നമ്മൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വേവ് ലെന്തിലുള്ള റേഡിയേഷൻസ് മാത്രം നമ്മൾ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് മോണോക്രോമാറ്റിക് എമിസീവ് പവർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ബോഡി ഉണ്ട്, ആ ബോഡിയിൽ നിന്ന് ഒരു യൂണിറ്റ് ഏരിയയിൽ നിന്ന് പുറത്ത് വരുന്ന എല്ലാ റേഡിയേഷൻസ് നമ്മൾ എടുക്കുന്നത്. ഒരു 10 റേഡിയേഷൻസ് വന്നെന്ന് വെച്ചു, ഞാൻ ചുമ്മാ പറയുന്നതാണ്, മനസ്സിലാവാൻ വേണ്ടി പറയുന്നതാണ്, അങ്ങനെയൊന്നും ഒരു കൺസെപ്റ്റ് ഇല്ല. 10 റേഡിയേഷൻസ് വന്നു, അതിലൊരു 5 എണ്ണം ഈ ലാംഡയാണ്. ഈ ലാംഡ എന്ന് പറഞ്ഞാൽ ലാംഡ വേവ് ലെന്ത് ഉള്ളതാണ്. വേവ് ലെന്ത് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. അപ്പോൾ ആ വേവ് ലെന്ത് എന്ന് പറയുന്ന സാധനം സെയിം വേവ് ലെന്ത് ഉള്ളതാണെങ്കിൽ ആ ഈ ലാംഡ മാത്രം, ആ സെയിം ലാംഡ വേവ് ലെന്ത് ഉള്ള റേഡിയേഷൻസിൻ്റെ മാത്രം നമ്മൾ ഇൻറ്റൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുവാണെങ്കിൽ, അതിൻ്റെ റേറ്റ് ഓഫ് എനർജി കാൽക്കുലേറ്റ് ചെയ്യുവാണെങ്കിൽ, പെർ യൂണിറ്റ് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുവാണെങ്കിൽ അതിനെയാണ് നമ്മൾ മോണോക്രോമാറ്റിക് എമിസീവ് പവർ അല്ലെങ്കിൽ ഈ ലാംഡ അല്ലെങ്കിൽ സ്പെക്ട്രൽ എമിസീവ് പവർ എന്ന് പറയുന്നത്. ഇത് രണ്ടും നമ്മൾ ഡിഫറൻസ് എനിക്ക് വേണ്ടി ചോദിക്കാൻ കൊള്ളാവുന്ന സാധനമാണ്. അപ്പോൾ ഇറ്റ് ഈസ് ഓഫൻ നെസസറി ടു ഡിറ്റർമിൻ, ഇതൊക്കെ അവിടെ കിടക്കട്ടെ. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേറ്റ് ഓഫ് എനർജി റേഡിയേറ്റഡ് പെർ യൂണിറ്റ് ഏരിയ ഓഫ് എ സർഫസ് പെർ യൂണിറ്റ് വേവ് ലെന്ത്. അതായത് ഇതേ ഡെഫിനിഷൻ തന്നെയാണ്, ബട്ട് വി ഹാവ് ടു ആഡ് ആൻ എക്സ്ട്രാ ടേം വിച്ച് ഈസ് എന്താണ് യൂണിറ്റ് വേവ് ലെന്ത്. യൂണിറ്റ് വേവ് ലെന്ത് എന്ന് പറയുന്നൊരു ടേമും കൂടെ നമ്മൾ ആഡ് ചെയ്യും. യൂണിറ്റ് വേവ് ലെന്ത് ഉദ്ദേശിക്കുന്നത് നമ്മളൊരു പർട്ടിക്കുലർ ഏരിയയിൽ കൂടി, ഇപ്പോൾ ഇവിടെ ഒരു പർട്ടിക്കുലർ ഏരിയ യൂണിറ്റ് ഏരിയ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് വരുന്ന എല്ലാ റേഡിയേഷൻസും നമ്മൾ എന്ത് ചെയ്യത്തില്ല, കൗണ്ട് ചെയ്യത്തില്ല. ഈ ലാംഡ വേവ് ലെന്തുള്ള ഇപ്പം ഇത്രയും റേഡിയേഷൻസ് മാത്രം എടുത്തിട്ട് അതിൻ്റെ ടോട്ടൽ എമൗണ്ട് ഓഫ് എനർജി പെർ യൂണിറ്റ് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന എമിസീവ് പവറിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, മോണോക്രോമാറ്റിക് എമിസീവ് പവർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ടോട്ടൽ എമിസീവ് പവർ നമ്മൾ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി മോണോക്രോമാറ്റിക് എമിസീവ് പവർ എന്ന് പറയുന്നത് ഈ ലാംഡ ആണെങ്കിൽ അതിന് എന്ത് ചെയ്ത് കൊടുത്താൽ, അത് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കൊടുത്താൽ ലാംഡയുടെ വാല്യൂ 0-ൽ നിന്ന് എവിടം വരെ പോവാം, ഇൻഫിനിറ്റി വരെ. ലാംഡ എത്ര വേണം ആവാമല്ലോ, 0-ൽ നിന്ന് വേവ് ലെന്ത് കൂടി ഇൻഫിനിറ്റി വരെ പോവാം. അതിനെ എന്ത് ചെയ്യുന്നു, വിത്ത് റെസ്പെക്ട് ടു ഡി ലാംഡ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ടോട്ടൽ എമിസീവ് പവർ കിട്ടും, മോണോക്രോമാറ്റിക് എമിസീവ് പവർ. ദാറ്റ് ഈസ് ദ എന്താണ് ഡിഫറൻസ് ബിറ്റ്വീൻ മോണോക്രോമാറ്റിക് ആൻഡ് ടോട്ടൽ എമിസീവ് പവർ. ഇനി ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം, വാട്ട് യു മീൻ ബൈ ദ എമിസിവിറ്റി ഓഫ് എ ബോഡി. എമിസിവിറ്റി എന്ന് പറയുന്നത് നമ്മൾ എപ്സിലോൺ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ എബിലിറ്റി ഓഫ് ദ സർഫസ് ഓഫ് എ ബോഡി. ഈ ഡെഫിനേഷൻ നിങ്ങൾക്ക് ആദ്യം മനസ്സിലാവില്ല കേട്ടോ. സർഫസ് ഓഫ് എ ബോഡി, ദ എബിലിറ്റി ഓഫ് ദ സർഫസ് ഓഫ് എ ബോഡി ടു റേഡിയേറ്റ് ഹീറ്റ്. അത് ഹീറ്റ് എനർജീനെ റേഡിയേറ്റ് ചെയ്യുന്നതിനുള്ള ഒരു ബോഡിയുടെ എബിലിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എമിസിവിറ്റി വെച്ചിട്ടാണ്. മനസ്സിലായില്ലല്ലോ? ഇത്ര ചുരുക്കി പറയാം. എമിസിവിറ്റി എപ്സിലോൺ എന്ന് പറയുന്നത് എമിസീവ് പവർ ഓഫ് എ പർട്ടിക്കുലർ ബോഡി ഡിവൈഡഡ് ബൈ എമിസീവ് പവർ ഓഫ് എ ബ്ലാക്ക് ബോഡിയാണ്, വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ്, നമുക്ക് എന്ത് പറയാൻ പറ്റും, എമിസീവ് പവർ ഓഫ് എനി ബോഡി, എമിസീവ് പവർ ഓഫ് എനി ബോഡി, അതായത് ഏതെങ്കിലും എനി ബോഡി ഡിവൈഡഡ് ബൈ എമിസീവ് പവർ ഓഫ് ബ്ലാക്ക് ബോഡി. അതായത് ബ്ലാക്ക് ബോഡിയുടെ എമിസീവ് പവർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം അതിൻ്റെ ഒരു റെഫറൻസ് ആണ്. റെഫറൻസ് എന്ന് പറയുന്നത് ഇവിടുത്തെ ബ്ലാക്ക് ബോഡിയാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ബോഡിയുടെ എമിസീവ് പവർ ഡിവൈഡ് ബൈ എമിസീവ് പവർ ഓഫ് എ ബ്ലാക്ക് ബോഡിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, അതിനെ നമ്മൾ എന്ത് പറയും, ഇറ്റ് ഈസ് നോൺ ആസ് ദി എമിസിവിറ്റി ഓഫ് ദ ബോഡി. അപ്പം ഈ എമിസിവിറ്റി ഓഫ് ദ ബോഡി എന്ന് പറയുന്നത് 0 ടു, ഇത് ഇറ്റ് വേരീസ് ഫ്രം 0 ടു എന്താണ്, എമിസിവിറ്റി 0-ൽ നിന്ന് 1-ലേക്ക് പോകും. എമിസീവ് പവർ 0 ആണെങ്കിൽ ഈ എമിസിവിറ്റിയും 0 ആയി പോകും. ഈ 1 എപ്പോഴാണ് മാക്സിമം എമിസിവിറ്റി ഉള്ളത് ബ്ലാക്ക് ബോഡീസിനാണ്. എന്ന് പറഞ്ഞാൽ അവ എല്ലാ റേഡിയേഷൻസും എന്ത് ചെയ്തു, അബ്സോർവ് ചെയ്ത് വെക്കുന്ന ഇതായതുകൊണ്ട് അവയ്ക്ക്
എബിലിറ്റി ടു എന്താണ് ദ ഡിഫൈൻഡ് ആസ് എബിലിറ്റി ഓഫ് സർഫസ് ഓഫ് എ ബോഡി ടു റേഡിയേറ്റ് ഹീറ്റ്. അത്രയും എമൗണ്ട് ഓഫ് എനർജി അതിന് എന്ത് ചെയ്യാനും പറ്റും, റേഡിയേറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എമിസീവ് പവർ ഓഫ് എ ബ്ലാക്ക് ബോഡി കണ്ടുപിടിക്കണമെങ്കിൽ എമിസിവിറ്റി ഓഫ് എ ബ്ലാക്ക് ബോഡി കണ്ടുപിടിക്കണമെങ്കിൽ എമിസിവിറ്റി ഈസ് ഈക്വൽ ടു എമിസീവ് പവർ ഓഫ് എനി ബോഡി. നമ്മൾ എടുക്കുന്ന ബോഡി ബ്ലാക്ക് ബോഡി തന്നെയാണെങ്കിൽ ആ ന്യൂമറേറ്ററിൽ നമ്മൾ എന്ത് കൊടുക്കണം, ബ്ലാക്ക് ബോഡി കൊടുക്കണം. അതിൻ്റെ എമിസീവ് പവർ എന്ന് പറഞ്ഞാൽ EB ഡിവൈഡഡ് ബൈ എമിസീവ് പവർ ഓഫ് എ ബ്ലാക്ക് ബോഡി തന്നെ. ഈ റെഫറൻസ് ഫിക്സ്ഡ് ആണ്, ഈ ഡിനോമിനേറ്റർ എപ്പോഴും ഫിക്സ്ഡ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 1 കിട്ടും. അപ്പോൾ എമിസിവിറ്റി എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് കിട്ടും, 1 എന്ന് കിട്ടും. അപ്പോൾ ഫോർ എ ബ്ലാക്ക് ബോഡി ദ എമിസിവിറ്റി ഫോർ എ ബ്ലാക്ക് ബോഡി എമിസിവിറ്റി ഈസ് ഈക്വൽ ടു എന്താണ്, എപ്സിലോൺ ഈസ് ഈക്വൽ ടു എന്താ നമുക്ക് പറയാനായിട്ട് പറ്റും, 1 എന്ന് പറയാനായിട്ട് പറ്റും. പക്ഷേ ചില ബോഡീസ് ഉണ്ട് കേട്ടോ, വൈറ്റ് ബോഡീസ്, അപ്പോൾ ഒരിക്കലും എനർജി റേഡിയേറ്റ് ചെയ്ത് എമിസീവ് പവർ റേഡിയേറ്റ് ചെയ്യത്തില്ല. അപ്പം അവ എന്ത് ചെയ്യുന്നില്ല, എനർജി ഒന്നും അബ്സോർബ്, അതായത് റേഡിയേറ്റ് എമൗണ്ട് ഓഫ് എനർജി എന്ത് ചെയ്യുന്ന അബ്സോർബ് ചെയ്ത് വെക്കുന്നില്ല. സോ അതിനൊരു എമിസീവ് പവർ ഉണ്ടാകത്തില്ല. അതിനകത്ത് എനർജി കണ്ടന്റ് ആണെങ്കിൽ മാത്രമല്ലേ അതിന് പുറത്തേക്ക് എമിറ്റ് ചെയ്യാനും പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ സമയത്താണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, അവിടെയാണ് നമുക്ക് 0 വരുന്നത് എമിസിവിറ്റിന്. വൈറ്റ് ബോഡീസിൻ്റെ കേസിലാണ് എമിസിവിറ്റി എന്ന് പറയുന്നത് 0 ആണ്. ഫോർ എ വൈറ്റ് ബോഡി സർഫസ് എപ്സിലോൺ ഫോർ എ ഗ്രേ ബോഡി ഇറ്റ് വിൽ ബി ബിറ്റ്വീൻ 0 to 1, 0ക്ക് 1 അടയ്ക്കാം. അപ്പോൾ ഞാൻ ഈ വൈറ്റ് ബോഡി എന്താണ്, ഗ്രേ ബോഡി എന്താണെന്നൊക്കെ പറയാം, നമ്മൾ അങ്ങോട്ട് പഠിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് സ്പെസിഫൈ ആയിട്ട് ബ്ലാക്ക് ബോഡിയുടെ കേസ് ആലോചിക്കുക, എമിസിവിറ്റി ഓഫ് എ ബ്ലാക്ക് ബോഡി ഈസ് ഈക്വൽ ടു 1. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആദ്യത്തെ ഒരു സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പഠിച്ചു വെക്കേണ്ടത്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള 3 ടേംസ് ആണ് ടോട്ടൽ എമിസീവ് പവർ, മോണോക്രോമാറ്റിക് എമിസീവ് പവർ, പിന്നെ അടുത്ത് എന്താണ് എമിസിവിറ്റി. ഇനി നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാൻ പോകുന്ന സാധനം വാട്ട് യു മീൻ ബൈ ദ അബ്സോർപ്റ്റിവിറ്റി, റിഫ്ലക്റ്റിവിറ്റി ആൻഡ് ട്രാൻസ്മിസിവിറ്റി. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്, അബ്സോർപ്റ്റിവിറ്റി. പിന്നെന്താണ്, റിഫ്ലക്റ്റിവിറ്റി. ആൻഡ് അടുത്തെന്താണ്, ട്രാൻസ്മിസിവിറ്റി. അപ്പം അബ്സോർപ്റ്റിവിറ്റി, റിഫ്ലക്റ്റിവിറ്റി ആൻഡ് ട്രാൻസ്മിസിവിറ്റി ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. നിങ്ങൾ വളരെ സിമ്പിളായിട്ടുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. ഈ അബ്സോർപ്റ്റിവിറ്റി എന്ന് പറയുന്ന സാധനം നമ്മൾ ഉപയോഗിക്കുന്നത് ആൽഫ എന്ന് പറയുന്ന ലെറ്റർ, ആൽഫ അബ്സോർപ്റ്റിവിറ്റി എന്നാലോചിച്ചാൽ. ഇനി റിഫ്ലക്റ്റിവിറ്റി എന്ന് പറയുന്ന സാധനം അവിടെ നിൽക്കട്ടെ. ട്രാൻസ്മിറ്റിവിറ്റിക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ലെറ്റർ ടോ ട്രാൻസ്മിസിവിറ്റി. റിഫ്ലക്റ്റിവിറ്റിക്ക് വിളിക്കുന്ന റാ റിഫ്ലക്റ്റിവിറ്റി, റോയുടെ R റിഫ്ലക്റ്റിവിറ്റി, അങ്ങനെ ആലോചിച്ചാൽ മതി. ആൽഫ റോ ടോ ഇത് മാറിപ്പോരും. അപ്പോൾ എന്താ ഈ സാധനം എന്ന് പറഞ്ഞാൽ, നമുക്കിപ്പോൾ ഇവിടെ ഒരു സർഫസ് ഉണ്ടെന്ന് വെക്കുക. വി ഹാവ് എ സർഫസ് വിച്ച് ഈസ് ആക്ച്വലി എക്സ്പോസ്ഡ് ടു എ പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് റേഡിയേഷൻ, അല്ലെങ്കിൽ പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് എന്താണ് റേഡിയേഷൻ എക്സ്പോസ്ഡ് ആണെന്ന് വെക്കുക. അപ്പോൾ ഒരു ഇൻസിഡൻറ്റ് റേഡിയേഷൻ ഇതിലേക്ക് വരുന്നു, അതായത് ഇതിൽ കുറച്ച് എമൗണ്ട് ഓഫ് എനർജി എന്ത് ചെയ്യുന്നു, വന്ന് ഹിറ്റ് ചെയ്യുന്നു. ദിസ് എമൗണ്ട് ഓഫ് എനർജി ഹിറ്റിംഗ് ഓൺ ദി സർഫസ്, ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ദ ഇൻസിഡൻറ്റ് റേഡിയേഷൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു റേഡിയേഷൻ വന്ന് ഈ ബോഡിയിൽ ഇടിക്കുമ്പോൾ ആ ഇൻസിഡൻറ്റ് റേഡിയേഷൻ ഒരു ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ എനർജി ഉണ്ടാവും. അത് ക്യാപിറ്റൽ ലെറ്റർ എന്താണ്, G ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരുന്ന ടോട്ടൽ എമൗണ്ട് ഓഫ് എനർജി G ആണ്. ഇപ്പോൾ കിലോ ജൂൾ ആണെന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഈ വാട്ടിൽ തന്നെ പറഞ്ഞു ഇത്ര പെർ സെക്കൻഡ് വന്ന് ഇൻസിഡൻറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ സർഫസിൽ വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ സർഫസിൽ, അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ എന്ത് സർഫസാണ്, മെറ്റീരിയലാണ്. അപ്പോൾ ഇതാ ഒരു മെറ്റീരിയലാണ്, ഇറ്റ് ഈസ് ദ മെറ്റീരിയൽ സർഫസ് ആൻഡ് അതിൻ്റെ സർഫസാണ് ഈ കാണുന്നത്. സർഫസിൽ വന്ന് ഹിറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നറിയോ, ഇതിൽ കുറച്ച് എമൗണ്ട് ഓഫ് എനർജി എന്ന് പറയുന്നത് ഈ ഇതെന്ത് ചെയ്യും, അബ്സോർബ് ചെയ്ത് വെക്കും. അപ്പോൾ ഈ കുറച്ച് എമൗണ്ട് ഓഫ് എനർജി, അതായത് ടോട്ടൽ നമുക്ക് എത്ര ഉണ്ടായിരുന്നു, G എമൗണ്ട് ഓഫ് എനർജി ഉണ്ടായിരുന്നു. ആ G എമൗണ്ട് ഓഫ് എനർജിയിൽ ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് എനർജി GA എന്ന് പറയുന്ന പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് എനർജി അവിടെ എന്ത് ചെയ്യപ്പെടുന്നു, അബ്സോർബ് ചെയ്യുന്നു. ഓക്കെ, അബ്സോർബ്ഡ് റേഡിയേഷൻ. അപ്പോൾ അബ്സോർബ്ഡ് റേഡിയേഷൻ എന്ന് പറയുന്നത് എത്രയാണ്, GA ആണ് അവിടുത്തെ അബ്സോർബ്ഡ് റേഡിയേഷൻ. ഇനി ഇതിൽ നിന്ന് വന്ന് ചെയ്ത സാധനം കുറച്ച് അബ്സോർബ് ചെയ്യും, കുറച്ച് സാധനം എന്ന് പറയുന്നത് ഇവിടെ നിന്ന് എന്ത് ചെയ്തു പോകും, റിഫ്ലക്റ്റ് ചെയ്ത് പോകും. ടോട്ടൽ G ഉണ്ടായിരുന്നു, അതിൽ കുറച്ച് പോർഷൻ റിഫ്ലക്റ്റ് ചെയ്ത് പോയി. അപ്പോൾ ഈ ഒരു സാധനം എന്ന് പറയുന്നത് റിഫ്ലക്റ്റഡ് റേഡിയേഷനാണ്. റിഫ്ലക്റ്റഡ് റേഡിയേഷൻ, ആ ടോട്ടൽ G ഉണ്ടായിരുന്നതിൽ ആ റിഫ്ലക്റ്റ് ആയി പോയ സാധനം G സഫിക്സ് എന്തെന്ന് പറഞ്ഞു, R എന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് എമൗണ്ട് ഓഫ് എനർജി അവിടെ എന്ത് ചെയ്യപ്പെട്ടു, അബ്സോർബ് ചെയ്യപ്പെട്ടു. കുറച്ച് എമൗണ്ട് ഓഫ് എനർജി അവിടെ എന്ത് ചെയ്യപ്പെട്ടു, റിഫ്ലക്റ്റ് ചെയ്യപ്പെട്ടത് GR എന്ന് പറഞ്ഞു, അബ്സോർബ് ചെയ്യപ്പെട്ടത് GA എന്ന് പറഞ്ഞു. ഇനി ഇതിൽ കുറച്ച് ബാക്കിയുണ്ട്, അതെന്ത് സംഭവിക്കുന്നറിയോ, ഈ ബോഡി കൂടി കടന്ന് ഇപ്പുറത്തേക്ക് അങ്ങ് പോകും. ദാറ്റ് മീൻസ് സെർട്ടൺ എമൗണ്ട് ഓഫ് എനർജി ഹാസ് ബീൻ ട്രാൻസ്മിറ്റഡ് ത്രൂ ദിസ് ബോഡി ആൻഡ് ഇറ്റ് ഈസ് എന്താണ്
ദ ട്രാൻസ്മിറ്റഡ് റേഡിയേഷൻ. അത് എന്താണ്? അവിടെ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെട്ട റേഡിയേഷനാണ്, വിച്ച് ഈസ് ആക്ച്വലി ജി ടി എന്ന് പറയുന്നതാണ് അവിടുത്തെ എന്ന് പറയുന്നത് ട്രാൻസ്മിറ്റഡ് റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ. സോ വി ഹാവ് എ ബോഡി. ഇൻ ദിസ് ബോഡി certain amount of energy has been എന്തുവാണ് incident on the surface, and from that incident radiation a particular amount of energy has been absorbed by the radiation, which is Ga, absorbed by the material, which is Ga, and certain amount of energy has been reflected by the surface, and it is Gr, and certain amount of energy, and the remaining portion of the energy has been എന്താണ് transmitted through this surface, and it is taken as Gt. അങ്ങനെയാണെങ്കിൽ we have Ga plus, that is absorbed amount of energy, plus എന്താണ് reflected energy, that is Gr, plus transmitted energy, which is Gt, which will be equal to G. ഇതെല്ലാം G എന്നാണല്ലോ വരുന്നത്. കൺസർവേഷൻ ഓഫ് എനർജി ഉപയോഗിച്ച് ഈ ഒരു ഇക്വേഷൻ എഴുതുക എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. ഇനി ഈ ജീനെ ഞാൻ ഇങ്ങനെ ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുവന്ന ഓരോന്നിൻ്റെ ഡിനോമിനേറ്ററിൽ നിന്നു Ga ഡിവൈഡഡ് ബൈ G പ്ലസ് ഇവിടെ എന്ത് ചെയ്യുന്നു Gr ഡിവൈഡഡ് ബൈ G പ്ലസ് ഇവിടെ എന്ത് ചെയ്യുന്നു Gt ഡിവൈഡഡ് ബൈ G, വിച്ച് ഇസ് ഈക്വൽ ടു ഇവിടെ എന്തായി വേണം 1 ആയി. 0 ഇട്ടുള്ളത് ഡിനോമിനേറ്ററിലാണ് കൊണ്ടുപോയത്, ഇപ്പുറത്ത് പ്ലസ് മൈനസ് ചെയ്യാനല്ല കൊണ്ടുപോയത്. ഇത് ഇവിടെ താഴെ കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്തു, ദെയർഫോർ റൈറ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുവരും. ഈ Ga എന്ന് G എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ഫ്രാക്ഷൻ ഓഫ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ്, നമുക്ക് എന്ത് പറയാൻ പറ്റും, ദ എമൗണ്ട് ഓഫ് എനർജി absorbed to the total amount of incident radiation, and it is known as alpha, which is absorptivity of the body, plus what is Gr by G? The amount of, it is a ratio of amount of energy reflected to the total amount of incident radiation, which is equal to reflectivity rho, plus Gt by T. It is a ratio of total amount of energy transmitted through the material to the total amount of incident radiation, which is Gt by G, which is transmittivity tau, which is equal to 1. So we have alpha plus rho plus tau equal to 1, and it is known as, where alpha is known as absorptivity of the body. അതിന് നമുക്ക് എന്ത് പറയാം? absorptivity of the body എന്ന് പറയാം. നമുക്ക് സിംപ്ലി അതിൻ്റെ ഡെഫിനിഷൻ ഇങ്ങനെ പറയാം, ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് അബ്സോർബ്ഡ് ബോഡി, അത് ഞാൻ നേരത്തെ പറഞ്ഞു. അല്ലെങ്കിൽ ഇങ്ങനെ പറയാൻ പറ്റും, ദ ഫ്രാക്ഷൻ ഓഫ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ അബ്സോർബ്ഡ്, അതാണ് അതിൻ്റെ ഒറ്റ ഇത് അല്ലേ, ഫ്രാക്ഷൻ ഓഫ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ, ഫ്രാക്ഷൻ ഓഫ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ അബ്സോർബ്ഡ്, അതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, ആൽഫ എന്ന് പറയുന്നത്. ദെൻ വാട്ട് ഈസ് റോ, which is known as the reflectivity. This is a fraction of incident radiation reflected, alle. Ini what is tau? It is a fraction of incident radiation transmitted, therefore it is known as transmissivity. So these are the definitions of എന്താണ് ഈ സാധനം. ഇതിൻ്റെ കൂട്ടത്തിൽ പറയാൻ പറ്റുന്ന സാധനമാണ് what do you mean by a black body. ബ്ലാക്ക് ബോഡി എന്താണെന്ന് ഡിഫൈൻ ചെയ്യാനായിട്ട് ചോദിക്കാറുണ്ട്. ബ്ലാക്ക് ബോഡി, ഗ്രേ ബോഡി, വൈറ്റ് ബോഡി എന്നൊക്കെ പറഞ്ഞ്. വാട്ട് യു മീൻ ബൈ എ ബ്ലാക്ക് ബോഡി? എ ബോഡി ഈസ് സെഡ് ടു ബി എ ബ്ലാക്ക് ബോഡി ഫോർ എ പെർഫെക്റ്റ്ലി അബ്സോർബിംഗ് ബോഡി. ആൽഫ വിൽ ബി ഈക്വൽ ടു നോക്കട്ടെ. അപ്പോൾ എ ബ്ലാക്ക് ബോഡി ഈസ് ദ വൺ വിച്ച് നെയ്തർ റിഫ്ലക്ട് നോർ ട്രാൻസ്മിറ്റ് എനി പാർട്ട് ഓഫ് ദ ഇൻസിഡൻറ്റ് റേഡിയേഷൻ. അതായത് ഇത് ഈ പറയുന്നത് ഇൻസിഡൻറ്റ് റേഡിയേഷൻ്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ. അതിൽ വന്ന് ഹിറ്റ് ചെയ്യുന്ന റേഡിയേഷൻ്റെ കാര്യമാണ്, അല്ലാതെ അതിന് എമിസിവിറ്റി ഉണ്ട്. ആക്ച്വലി എമിസിവിറ്റി എത്രയാണ്? MC പവർ എന്ന് പറയുന്നത് എമിസിവിറ്റി അത് ഈക്വൽ ടു 1 ആണ്. അത് ആലോചിച്ചോളാം. ബ്ലാക്ക് ബോഡി എന്ന് പറയുമ്പോൾ ഒന്നും എമിറ്റ് ചെയ്യാത്ത സാധനം എന്ന് പഠിച്ചു കളയരുത്. അപ്പോൾ നമ്മളിത് ഡിഫൈൻ ചെയ്യുമ്പോൾ ഇങ്ങനെ പറയണം, ഇങ്ങനെ പറയണം, ഇറ്റ് ഈസ് വൺ എന്താണ്, വിച്ച് നൈദർ റിഫ്ലക്ട്സ് nor transmits, which neither reflects nor transmits any part of the incident radiation, but absorbs all of it. അപ്പോൾ അതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഇൻസിഡൻ്റ് ആയിട്ട് അതിൽ വന്ന് ഹിറ്റ് ചെയ്യുന്ന റേഡിയേഷൻ്റെ ഫുള്ള് സാധനം അത് അബ്സോർബ് ചെയ്തു.
അതിനെ റിഫ്ലക്റ്റ് ചെയ്യൂല, അതിനത് ട്രാൻസ്മിറ്റ് ചെയ്യൂല. അങ്ങനെയാണെങ്കിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നുമില്ല, ട്രാൻസ്മിറ്റ് ചെയ്യുന്നുമില്ല എങ്കിൽ ആൽഫ മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. ദാറ്റ് മീൻസ് ഫോർ ബ്ലാക്ക് ബോഡി ദ റിഫ്ലക്റ്റിവിറ്റി is rho is equal to 0 and the transmittivity tau is equal to 0. So the equation become alpha plus 0 plus 0 is equal to 1, that is alpha is equal to 1. അപ്പോൾ ഒരു ആൽഫ ഈക്വൽ ടു 1 ആവുന്ന ഒരു ബോഡി ഏതെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് എ ബ്ലാക്ക് ബോഡി. അതെന്താണ്? ഒരു ബ്ലാക്ക് ബോഡിയാണ്. ഇനി വാട്ട് യു മീൻ ബൈ ബ്ലാക്ക് ബോഡിയുടെ കേസ് പറഞ്ഞാൽ അടുത്ത ഒപ്പേക്ക് ബോഡി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണോ ഒപ്പേക്ക് ബോഡി? ഒപ്പേക്ക് ബോഡി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ലൈറ്റിൻ്റെ കേസ് വെച്ച് പറയുന്ന അതേ സാധനം തന്നെയാണ്. ഒപ്പേക്ക് ബോഡി എന്ന് പറഞ്ഞാൽ അത് എന്ത് ചെയ്യുന്നില്ല, ഇറ്റ് ഈസ് നോട്ട് ട്രാൻസ്മിറ്റിംഗ്, അത്രേ ഉള്ളൂ, അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ വെൻ നോ ഇൻസിഡൻറ്റ് റേഡിയേഷൻസ് ഈസ് ട്രാൻസ്മിറ്റഡ് ത്രൂ ദ ബോഡി, വെൻ നോ incident radiations, when no incident radiation is transmitted through the body, when no incident radiations are transmitted through the body, it is called an opaque body. അതിന് നമ്മൾ എന്ത് പറയും? ഒപ്പേക്ക് ബോഡി എന്നിട്ട് പറയും. ഓക്കെ, ഒപ്പേക്ക് ബോഡിയുടെ കേസിൽ അപ്പോൾ നമുക്ക് ട്രാൻസ്മിഷൻ ഇല്ലെങ്കിൽ ടോ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാൻ പറ്റും? 0. അപ്പോൾ നമുക്ക് ആൽഫ പ്ലസ് എന്താണ് റോ ഈസ് ഈക്വൽ ടു എന്ന് കിട്ടും? 1 കിട്ടും. ഒപ്പേക്ക് ബോഡിയുടെ കേസിൽ ഇതാണ് ഇക്വേഷൻ. അത് മാക്സിമം ഇൻറ്റൻസിറ്റി വെച്ചിട്ട് നമുക്ക് ഫ്രാക്ഷൻ വെച്ചിട്ട് ആൽഫ പ്ലസ് റോ ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞിട്ട് പറയാൻ പറ്റും. ഇനി അടുത്ത വൈറ്റ് ബോഡി. ബോഡി മീൻ ബൈ വൈറ്റ് ബോഡി. വൈറ്റ് ബോഡി നമ്മൾ ലൈറ്റ് പറയുന്ന പോലെ തന്നെയാണ്. എല്ലാ റേഡിയേഷൻസും എന്ത് ചെയ്യും? എമിറ്റ് ചെയ്യുന്നത്, റിഫ്ലക്റ്റ് ചെയ്യും. വന്ന് എന്ത് ചെയ്യുന്ന ഹിറ്റ് ചെയ്യുന്ന റേഡിയേഷൻസ് കേസാണ് പറയുന്നത്. വന്ന് ഹിറ്റ് ചെയ്യുന്ന എല്ലാ റേഡിയേഷൻസും എന്ത് റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ ഒന്നും അതിന് അബ്സോർബിറ്റിവിറ്റി ഇല്ലെങ്കിൽ അതിന് എമിറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവത്തില്ല. അതെല്ലാം റിഫ്ലക്റ്റ് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം വൈറ്റ് ബോഡിയുടെ കേസ് പറയുമ്പോഴത്തേക്ക് നമ്മൾ പറയണം all the incident radiations falling on the body are reflected. All the incident radiations falling on the body are reflected. Okay, then we can say that reflection മാത്രമേ ഉള്ളൂ, അവിടെ എന്തില്ല, there is no absorption, there is no transmission. So absorptivity alpha is equal to 0, transmittivity tau is equal to 0 കാണാൻ പറ്റുമോ? Then the equation becomes alpha and tau is equal to 0, that is rho is reflectivity, rho is equal to 1. എല്ലാം ഇതാണ് അവിടുത്തെ ഇക്വേഷൻ. ഇനി നമ്മുടെ റെഗുലർ ബോഡി എന്ന് പറയുന്നത് ഇതെല്ലാം ഉള്ള ബോഡിയാണ്. കുറച്ച് അബ്സോർബ് ചെയ്യും, കുറച്ച് റേഡിയേറ്റ് ചെയ്യും, കുറച്ച് റിഫ്ലക്റ്റ് ചെയ്യും, കുറച്ച് ട്രാൻസ്മിറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ബോഡീസിനെ നമ്മൾ വിളിക്കുന്നവരാണ് ദേ ആർ നോൺ ആസ് ദ ഗ്രേ ബോഡീസ് എന്ന് പറയും. ഗ്രേ ബോഡി എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഗ്രേ ബോഡി എന്ന് പറയുന്നത് ദ ബോഡി പൊസസ് ബോത്ത് എന്താണ്, ബോത്തല്ല എല്ലാ സാധനവും. അപ്പോൾ എ ഗ്രേ ബോഡി ഈസ് ആൾസോ ഡിഫൈൻഡ് ആസ് ദ വൺ whose absorptivity of a surface does not vary with the temperature. ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റും, does not vary with temperature. അത് മാത്രമല്ല with temperature and wavelength of incident radiation. അപ്പോൾ ഗ്രേ ബോഡിക്ക് അങ്ങനെ ഒരു പ്രത്യേകമാണ്. ഓക്കെ, റേഡിയേഷൻ. അപ്പോൾ നമുക്ക് ആൽഫ നമുക്ക് ഇങ്ങനെ പറയാം, ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് കൂടെയാണ് പറഞ്ഞത്. ആൽഫ റോ ടോ ആർ യൂണിഫോം. അപ്പം ആ ഒരു ബോഡിയുടെ കേസിൽ ആൽഫ പ്ലസ് ടോ പ്ലസ് എന്താണ് റോ ഈസ് ഈക്വൽ, റോ പ്ലസ് ടോ ഈസ് ഈക്വൽ ടു എന്തെന്ന് പറയാൻ പറ്റും, 1 എന്ന് പറയാൻ പറ്റും. ഇപ്പോൾ ഇതാണ് ടൈപ്സ് ഓഫ് ബോഡീസ്, ടൈപ്സ് ഓഫ് എന്താണ് ബോഡീസ് ഡിപ്പെൻഡിങ് ഓൺ ദ കൈൻഡ് ഓഫ് റെസ്പോൺസ് ടു ദി ഇൻസിഡൻറ്റ് റേഡിയേഷൻ. അതിനാണ് നമ്മളെന്ന് പറയുന്നത്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം, വാട്ട് ഈസ് കൺസെപ്റ്റ് ഓഫ് ബ്ലാക്ക് ബോഡി. അപ്പോൾ ഇത് ഞാനൊരു ഉടായ്പിലങ്ങ് പറയുവാണ്. ഞാൻ ഉടായ്പെന്ന് ആദ്യമേ പറയുന്നതിൻ്റെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എക്സാം എഴുതുന്നതിന് വേണ്ടിയിട്ടാണ്. ബട്ട് ഇത് പറയാൻ ഒരുപാടുണ്ട്.
അതിന് എക്സാമിന് ചോദിക്കാൻ കൊള്ളാവുന്ന സാധനമായതുകൊണ്ട് ജസ്റ്റ് എന്ത് ചെയ്യുന്നു, അതിന് വേണ്ടി അങ്ങ് ജസ്റ്റ് എഴുതി വെക്കാൻ വേണ്ടി പറയുന്നതേ ഉള്ളൂ. കാര്യം ഇനി അതിനൊന്നും സമയമില്ല ഡീപ്പായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കാനും. കുറച്ച് കാര്യം പറയണമെങ്കിൽ എനിക്കൊന്ന് വായിച്ച് പ്രിപ്പയർ ആവണം. കാര്യം കുറച്ച് കാര്യങ്ങൾ വായിച്ച് നോക്കാനുണ്ട് ബ്ലാക്ക് ബോഡീനെ കേസിലൊക്കെ. അപ്പോൾ അതൊന്നും വായിച്ചുകൊണ്ടിരിക്കാനുള്ള സമയമില്ല. അപ്പോൾ ഇപ്പോൾ ഇത്ര മാത്രമല്ല. ബ്ലാക്ക് ബോഡി എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം, വന്ന് കയറുന്ന ഇൻസിഡൻറ്റ് റേഡിയേഷൻ ഒന്നും പുറത്തു പോകരുത്, ഇത്രയല്ലേ ഉള്ളൂ. പക്ഷേ സാധാരണ സർഫസ് ഉള്ള ബോഡി കുറച്ച് റിഫ്ലക്റ്റ് ചെയ്യും, ട്രാൻസ്മിറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസ്മിഷൻ നടക്കാത്ത ഒരു സർഫസ്, ഒരു ബോഡി സർഫസ് എടുക്കും. എവിടെ ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് എവിടെ പോയി? ഈ വട്ടമൊക്കെ മതി. നമുക്കൊരു ലാബിൽ ഒരു ബ്ലാക്ക് ബോഡി ഉണ്ടാകണം. വന്ന് കയറുന്ന എമൗണ്ട് ഓഫ് റേഡിയേഷൻ പിന്നെ എന്ത് ചെയ്യരുത്, റിഫ്ലക്റ്റ് ചെയ്ത് പോകരുത്. അത് ഇങ്ങനെ വെച്ചാൽ മതി. റേഡിയേഷൻ ഇവിടെ വന്ന് ഹിറ്റ് ചെയ്ത്, ആ ഹിറ്റ് ചെയ്യുന്ന എമൗണ്ട് ഓഫ് റേഡിയേഷൻ ഇങ്ങോട്ട് പോകുമായിരിക്കും, ഇവിടെ വന്ന് ഹിറ്റ് ചെയ്യും, പിന്നെ അത് ഇവിടെ വന്ന് ഹിറ്റ് ചെയ്യും, പിന്നെ ഇതിങ്ങനെ ഹിറ്റ് ചെയ്യും. എന്ന് പറഞ്ഞാൽ ഈ റേഡിയേഷൻ എവിടെ കിടന്ന് കറങ്ങിക്കോളും, ഇതിനകത്ത് കിടന്ന് കറങ്ങിക്കോളും. ഇപ്പോൾ കറങ്ങുമ്പോഴത്തേക്ക് ഒരു പ്രത്യേകമുണ്ട്, ഓരോ സർഫസിൽ വന്ന് ഹിറ്റ് ചെയ്യുമ്പോഴും ഇവിടെ വന്നാണ്ട് ഈ ഒരു സ്ഥലത്ത് വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ കുറച്ച് അവിടെ അബ്സോർബായി മാറും. ട്രാൻസ്മിഷൻ ഇല്ല കേട്ടോ. ഇവിടെ കുറച്ച് അബ്സോർബ് ചെയ്യപ്പെടും, ഈ ഒരു സർഫസിൽ കുറച്ച് അബ്സോർബ് ചെയ്യും, ഇവിടെ കുറച്ച് അബ്സോർബ് ചെയ്യപ്പെടും. അപ്പോൾ ഇങ്ങനെ അബ്സോർബ് ചെയ്തും കുറച്ച് റിഫ്ലക്റ്റും ചെയ്യും. പിന്നെ ചിലപ്പോൾ അബ്സോർപ്ഷൻ ഉണ്ടാവും, ചിലപ്പോൾ റിഫ്ലക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞത്, ഇവിടെ ഫുള്ള് ഇപ്പോൾ കംപ്ലീറ്റ്ലി റിഫ്ലക്ഷൻ സർഫസ് ആയാലും മതി, അകത്ത് എല്ലാം എന്ത് ചെയ്യുന്നു, റിഫ്ലക്റ്റ് ചെയ്യുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്നു. പക്ഷേ ഇത് എന്ത് ചെയ്യുന്നില്ല, പുറത്തേക്ക് ഇറങ്ങി പോകുന്നില്ല, ഒപ്പേക്ക് ആയിട്ടുള്ള ബോഡി. അപ്പോൾ റേ ഓഫ് റേഡിയൻ്റ് എനർജി എന്ന് പറയുന്നത്, ആ റേഡിയൻ്റ് എനർജിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, റേഡിയൻ്റ് എനർജി അവിടെ എന്ത് ചെയ്യപ്പെടുന്നു, ഇതിനകത്ത് ട്രാപ്പ് ചെയ്യപ്പെടുന്നു. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബ്ലാക്ക് ബോഡി നമുക്ക് എന്ത് ചെയ്യാം, ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഒരു ബ്ലാക്ക് ബോഡി എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ആൻ ഒബ്ജെക്ട് ദാറ്റ് അബ്സോർബ്സ് ഓൾ ദ റേഡിയൻ്റ് എനർജി റീച്ചിങ് ഇറ്റ് സർഫസ്. ഫോർ എ ബ്ലാക്ക് ബോഡി ആൽഫ ഈസ് ഈക്വൽ ടു 1, റോ ഈസ് ഈക്വൽ ടു 1, ടോ ഈസ് ഈക്വൽ ടു 0. ആൽഫ ഈസ് ഈക്വൽ ടു 1, റോ ഈസ് ഈക്വൽ ടു 0, എന്താണ്, ടോ ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഈ കേസ് നമുക്ക് ഈ ഒരു പറഞ്ഞ കാര്യം അതേപടി നമുക്ക് ഇവിടെ എഴുതി വെക്കാം. അപ്പോൾ എ ബോഡി ഹാസ് ദ ഫോളോയിങ്, എ ബ്ലാക്ക് ബോഡി ഹാസ് ദ ഫോളോയിങ് പ്രോപ്പർട്ടി. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പറയേണ്ടതെന്ന് പറയുന്നത്, നോ ആക്ച്വൽ ബോഡി ഈസ് പെർഫെക്റ്റ്ലി ബ്ലാക്ക്. അതായത് ഒരു പെർഫെക്റ്റ്ലി ബ്ലാക്ക് ആയിട്ടൊരു ആക്ച്വൽ ബോഡി നമുക്ക് ബ്ലാക്ക് ഹോളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിലും നമുക്കിവിടെ ഈ ലബോറട്ടറിയിൽ നമുക്കൊരു ബോഡി സെറ്റ് ചെയ്യണം, ബ്ലാക്ക് ബോഡി ആയിട്ട് റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നതിന് വേണ്ടി. അപ്പോൾ ഒരു ആക്ച്വൽ ബോഡി നമുക്ക് എന്തായിട്ട് പറയാൻ പറ്റത്തില്ല, ഒരു ബ്ലാക്ക് ബോഡി ആയിട്ട് പറയാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നോ ആക്ച്വൽ ബോഡി ഈസ് perfectly black. ഒരു ആക്ച്വൽ ബോഡീസ് അല്ല പെർഫെക്റ്റ്ലി ബ്ലാക്ക്. The concept of black body is an idealization in which the radiation characteristics of the real bodies can be എന്താണ് conveniently compared. അപ്പം ഒരു ഐഡിയലൈസേഷൻ വെച്ചിട്ട് നമുക്ക് ഓരോന്നിൻ്റെ, നമ്മളിപ്പോൾ എമിസിവിറ്റി പറയുന്നത് ബ്ലാക്ക് ബോഡിക്ക് കറസ്പോണ്ടിങ് ആയിട്ടാണ്. അപ്പോൾ ഓരോന്ന് കമ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പറയുന്ന ഒരു ഐഡിയലൈസ്ഡ് കൺസെപ്റ്റാണ് ഇതിൽ. അപ്പം ഇതിൽ നമ്മൾ പറയേണ്ടതെന്ന് പറയുന്നത്, ഈ ബ്ലാക്ക് ബോഡി എന്താണെന്ന് ആദ്യം ഡിഫൈൻ ചെയ്യണം. ഇത് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഇവിടെ എഴുതുന്നില്ല, അത് എഴുതിയിട്ട് വേണം നിങ്ങൾ ബാക്കി ചെയ്യാനായിട്ട്. അപ്പം ബ്ലാക്ക് ബോഡിയുടെ ക്യാരക്ടറിസ്റ്റിക്സും കൂടെ നമ്മൾ എന്ത് ചെയ്യുക, എടുത്തു വെക്കുക. ഇതെന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പം നമ്മളിവിടെ ഒരു ഹോളോ എൻക്ലോഷർ നമുക്കിവിടെ പറയാൻ പറ്റും. ഇതൊരെന്താണ്, ഒരു ഹോളോ ആയിട്ടുള്ള എൻക്ലോഷറാണ് വിത്ത് എ സ്മാൾ ഹോൾ. ഇതൊരു സ്മാൾ ഹോളുണ്ട് ഫോർ ദ പാസേജ് ഓഫ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ ആർ ഷോൺ ഇൻ ഫിഗർ. ആൻഡ് ദ ഇൻസിഡൻറ്റ് റേഡിയൻ്റ് എനർജി പാസസ് ത്രൂ ദ സ്മാൾ ഓപ്പണിംഗ് ആൻഡ് സം ഓഫ് ദിസ് എനർജി ഈസ് അബ്സോർബ്ഡ് ഇൻസൈഡ്. അതിനകത്ത് കുറച്ച് അബ്സോർബ് ചെയ്യപ്പെടും, കുറച്ച് എന്ത് ചെയ്യപ്പെടും, റിഫ്ലക്റ്റ് ചെയ്യപ്പെടും. ഹൗവർ മോസ്റ്റ് ഓഫ് ദ എനർജി ഈസ് അബ്സോർബ്ഡ് ഓൺ ദി സെക്കൻഡ് സർഫസ്. എഗെയിൻ എ സ്മാൾ ഫ്രാക്ഷൻ ഈസ് റിഫ്ലക്റ്റഡ്. അപ്പോൾ കുറച്ച് അബ്സോർബ് ചെയ്യും, പിന്നെ റിഫ്ലക്റ്റ് ചെയ്യും, പിന്നെ അവിടെ പോയി പിന്നെ അബ്സോർബ് ചെയ്യും, പിന്നെ റിഫ്ലക്റ്റ് ചെയ്ത് മൊത്തം ആയി കഴിഞ്ഞതിന് ശേഷം പുറത്തേക്ക് പോകാൻ ഉണ്ടാകത്തില്ല. അതാണ് ഇതിൻ്റെ സംഭവം. അപ്പം എഗെയിൻ എ സ്മാൾ ഫ്രാക്ഷൻ ഈസ് റിഫ്ലക്റ്റഡ്. ആഫ്റ്റർ എ നമ്പർ ഓഫ് സച്ച് റിഫ്ലക്ഷൻസ് ദ എമൗണ്ട് ഓഫ് അബ്സോർബ്ഡ് എനർജി ഈസ് exceedingly small and very little of the original incident radiation is reflected back. കുറച്ച് ബാക്കി എല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് സാധനം മാത്രമേ പുറത്തേക്ക് പോകത്തുള്ളൂ. അപ്പം ഇൻകമിങ് റേഡിയേഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പുറത്ത് പോകുന്ന റേഡിയേഷൻ എന്ന് പറയുന്നത് വളരെ ചുരുക്കമായിരിക്കും. അപ്പം നമുക്കിതൊരു ബ്ലാക്ക് ബോഡി ആയിട്ട് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൻ്റെ എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ്, അല്ല ഇത് എങ്ങനെയാണ് ഇത് ഫോം ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ ഈ പറഞ്ഞ സാധനം എഴുതി വെക്കുക.
ഇനി എഴുതിക്കൊണ്ടിരിക്കാൻ സമയമില്ല, അതുകൊണ്ടാണ് ഇത് പറഞ്ഞ സാധനം എഴുതി വെക്കുക. ഇനി ബ്ലാക്ക് ബോഡിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഞാനൊന്ന് എഴുതാം. ഫോളോയിങ് പ്രോപ്പർട്ടീസ്. ഇറ്റ് അബ്സോർബ്സ് ഓൾ ദി ഇൻസിഡൻറ്റ് റേഡിയേഷൻ ഫാളിംഗ് ഓൺ ഇറ്റ്. രണ്ടാമത്തെ ഇറ്റ് എമിറ്റ്സ് മാക്സിമം എമൗണ്ട് ഓഫ് തെർമൽ റേഡിയേഷൻ. ഇത് എമിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് മാക്സിമം എമൗണ്ട് ഓഫ് തെർമൽ റേഡിയേഷൻ എമിറ്റ് ചെയ്യും. ആൻഡ് ഇറ്റ് ഈസ് എ ഡിഫ്യൂസ്. നമ്മളിപ്പോൾ അപ്പോൾ പറയും ഇതെങ്ങനെ എമിറ്റ് ഈ ഇൻസിഡൻറ്റ് റേഡിയേഷൻ അബ്സോർബ് ചെയ്യുന്നു പറയുന്നത് വെച്ചിട്ടാണ് ബ്ലാക്ക് ബോഡി പറയുന്നത് കേട്ടോ, അത് ആലോചിച്ചോളാം. And it is a diffuse emitter. That means the radiation emitted by a black body is independent of the direction. അത് എങ്ങോട്ടാണ് എമിറ്റ് ചെയ്യുന്നതെന്നുള്ള ഡിപ്പെൻഡ് ചെയ്തിരിക്കുക. അപ്പം ഇതിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് ഞാൻ ഈ പ്രോപ്പർട്ടീസും കൂടെ ഒന്ന് എഴുതി വെക്കുകയാണ്. കാര്യം അത് മെയിൻ പോയിൻറ്റ്സ് ആണ്. ഈ പ്രോപ്പർട്ടീസ് ഉണ്ടെങ്കിൽ വേറെ ഒന്നും എഴുതി വെച്ചില്ലെങ്കിലും ഈ ഒരു സാധനവും ഈ പ്രോപ്പർട്ടിയും കൂടെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ബ്ലാക്ക് ബോഡിയുടെ കൺസെപ്റ്റ് ഉണ്ടെന്ന് മനസ്സിലാവും. കാര്യം ഇത് കാണുമ്പോൾ തന്നെ അറിഞ്ഞൂടെ ഇത് എങ്ങനെയാണ് കിട്ടിയെന്ന് അറിയാമെന്നുള്ള ആക്കിയത് വരയ്ക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് പറയാം ഇറ്റ് അബ്സോർബ്സ് എന്താണ് all the incident radiation falling on it and does not എന്താണ് ട്രാൻസ്മിറ്റ്. അതെന്ത് ചെയ്യുന്നില്ല, ട്രാൻസ്മിറ്റ് അല്ലെങ്കിൽ റിഫ്ലക്റ്റ് ഓർ റിഫ്ലക്റ്റ്. ട്രാൻസ്മിറ്റും ചെയ്യുന്നില്ല, റിഫ്ലക്റ്റും ചെയ്യുന്നില്ല. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ് എമിറ്റ്സ് മാക്സിമം എമൗണ്ട് ഓഫ് റേഡിയേഷൻ. ഇറ്റ് എമിറ്റ്സ് മാക്സിമം എമൗണ്ട് ഓഫ് തെർമൽ റേഡിയേഷൻ. അടുത്ത ഇറ്റ് ഈസ് എ ഡിഫ്യൂസ് എമിറ്റർ എന്ന് പറഞ്ഞാൽ അതിന് ഡയറക്ഷൻ ഒന്നുമില്ല. ഇറ്റ് ഈസ് എല്ലാ ഡയറക്ഷൻ ഇറസ്പെക്റ്റീവ് ഓഫ് ഡയറക്ഷൻ അത് എമിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇറ്റ് ഈസ് എ ഡിഫ്യൂസ് എമിറ്റർ എന്നുള്ള സാധനം. ഇത്രയും പോയിന്റ്സ് നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ ഇതാണ് കൺസെപ്റ്റ് ഓഫ് എന്തെന്ന് പറയുന്നത് ബ്ലാക്ക് ബോഡി എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്, എഴുതി വെക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ കൺസെപ്റ്റ് ഓഫ് എ ബ്ലാക്ക് ബോഡി പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുക എന്ന് പറയുന്നത് ഇവിടുത്തെ കുറച്ച് ലോസ് ഇൻ എന്താണ് റേഡിയേഷനാണ്. അപ്പോൾ ഈ ലോസ് ഇൻ റേഡിയേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ പോകുന്നുണ്ടാവുക അടുത്ത എന്താണ് ഷേപ്പ് ഫാക്ടർ അല്ലെങ്കിൽ വ്യൂ ഫാക്ടർ നമുക്കിങ്ങനെ ഒരു ബോഡിയെ ഡിഫൈൻ ചെയ്യാമെന്നുള്ളതിലേക്ക് പോകും. എന്നിട്ട് അതിൻ്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സും കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ടാവും. അത് കഴിഞ്ഞിട്ട് കുറച്ച് ജിയോമെട്രിക്സിൻ്റെ കുറച്ച് പറഞ്ഞ ഗിവൺ ജിയോമെട്രീസിൻ്റെ എന്ത് കണ്ടുപിടിക്കാനായിട്ട് പോകും, നമ്മുടെ ആ എന്താണ് ഷേപ്പ് ഫാക്ടർ അല്ലെങ്കിൽ വ്യൂ ഫാക്ടർ അല്ലെങ്കിൽ കോൺഫിഗറേഷൻ ഫാക്ടർ എന്ന് പറയുന്ന സാധനം കണ്ടുപിടിക്കുന്നത് എങ്ങനെയെന്ന് നമ്മൾ പഠിക്കും. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇനി എന്ത് ചെയ്യാനായിട്ടുള്ളത്, പഠിക്കാനായിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് റേഡിയേഷൻ ഷീൽഡിൻ്റെ 2 പ്രോബ്ലം കൂടെ ആകുമ്പോൾ മൊഡ്യൂൾ 5 എന്ന് പറയുന്നത് തീരും. റേഡിയേഷൻ ഷീൽഡിൻ്റെ വളരെ ഡീപ്പായിട്ടുള്ള പ്രോബ്ലംസിലേക്ക് പോകുന്നില്ല, വളരെ സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസ് മാത്രമേ നിങ്ങൾക്ക് സിലബസിൽ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ ഇലക്ട്രിക്കൽ അനലോഗിയൊക്കെ ഉണ്ടെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ കോംപ്ലിക്കേറ്റഡ് പ്രോബ്ലംസ് ഒന്നും നമ്മളിവിടെ ചെയ്ത് പഠിക്കേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞിട്ട് റേഡിയേഷൻ ഷീൽഡും കൂടെ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇത് അവസാനിപ്പിക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തീർക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്ന് തന്നെ മാക്സിമം എനിക്ക് പറ്റുന്നിടത്തോളം ചെയ്യും, ഉറക്കം വരുന്നവരെ ചെയ്യാം. പിന്നെ ബാക്കി എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. കാര്യം എനിക്ക് ഡോം പെട്ടെന്ന് അങ്ങ് തീർക്കണം. ഡോം എത്തുകൂടി സമയം വേണ്ട സാധനമാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഇത് ഇട്ട് കഴിഞ്ഞാൽ നാളെ എൻ്റെ നമുക്ക് മെക്കാനിക്സ് ഇട്ടിട്ട് ഡോം ഒത്തിരി സ്പീഡിന് പോകേണ്ട സാധനം. നമ്മൾ 4th മോഡ്യൂൾ ഡോം പെട്ടെന്ന് കയറണം. അത് കയറിയില്ലെങ്കിൽ പണി കിട്ടുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഡോമിൻ്റെ വീഡിയോസ് എന്തായാലും 27-ാം തീയതിക്ക് മുമ്പ് ഡോമും HMDയും കംപ്ലീറ്റ് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. നടക്കുമെന്ന് ഉറപ്പില്ല, എന്തായാലും അത് തീർക്കണം. ശരി.